ഇന്നത്തെ എൻ്റെ വചനത്തിന് ധ്യാനത്തിനായിട്ട് കർത്താവ് എനിക്ക് തന്നത് മത്തായിയുടെ സുവിശേഷം മാത്യു ചാപ്റ്റർ 6 വേഴ്സ് 22 and 23. പ്രൈസ് ഗാഡ്. ഒരു വാക്ക് ഞാൻ പ്രാർത്ഥിച്ചോട്ടെ. ലോർഡ് കർത്താവേ, സ്നേഹനായ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട ആരാധന ദിവസത്തിനായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നപ്പാ. കർത്താവേ, ഈ ആരാധന കർത്താവ് ആരംഭിച്ച സമയം മുതൽ അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. കർത്താവിനെ ആരാധനയിൽ കർത്താവെ സ്തുതിപ്പാൻ, സത്യത്തിലും ആരാധനയിലും ആത്മാവിലും അങ്ങ് ആരാധിപ്പാൻ ഞങ്ങൾക്ക് തന്ന കർത്താവെ വലിയ പദവിക്കായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹമായ വചനങ്ങൾ അങ്ങയുടെ ദാസരിലൂടെ കർത്താവ് ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം. അനുഗ്രഹമായ സാക്ഷ്യങ്ങൾ ഞങ്ങൾക്ക് തന്നതിനായി സ്തോത്രം. കർത്താവ്, ഞങ്ങൾ അങ്ങയുടെ മുന്നിൽ കർത്താവെ അങ്ങയുടെ വചനത്തിനായി ഞങ്ങൾ കാതോർത്തിരിക്കുമ്പോൾ അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കണം. കർത്താടിയൻ്റെ വായോട് അങ്ങയുടെ കർത്താവെ ആത്മാവ് ഇടപെടണം. കർത്താവ് ശക്തമായി കർത്താവെ ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കാൻ അടിയനെ സഹായിക്കണം. അപ്പം കർത്താവ് അടിയനല്ല, അങ്ങ് തന്നെ സംസാരിക്കണം. കുറവുകളെ ക്ഷമിക്കണം. പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം യേശു കർത്താവിന് വിലയേറിയ നാമത്തിൽ തന്നെ, ആമേൻ. പ്രൈസ് ഗാഡ്. ഈ ഒരു ആർക്കെങ്കിലും ഒന്ന് വായിക്കാമോ? മാത്യു ചാപ്റ്റർ 6 വേഴ്സ് 22 and 23. പ്രൈസ് ഗാഡ്. ഇതൊരു ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ബൈബിൾ വേഴ്സാണ്. ഞാൻ ഈ നമ്മളെ ക്വിസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പം കർത്താവിൻ്റെ ആത്മാവ് ഇതിനകത്തുനിന്ന് ശക്തമായിട്ട് എന്നോട് ഇടപെട്ടു. സോ അത് ഞാൻ നേരത്തെ പല പ്രാവശ്യം വായിച്ചിട്ടുണ്ട്, ധ്യാനിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ നേരത്തെ മനസ്സിലാക്കിയതുപോലെയല്ല. ഒരു പുതിയ ഒരു റെവലേഷൻ കർത്താവിൻ്റെ ആത്മാവ് തന്നു. സോ ഐ വാണ്ടഡ് ടു ഷെയർ ദാറ്റ് വിത്ത് യു. ഐ നോ യു വിൽ ഓൾ ബെനിഫിറ്റ് ഫ്രം ഇറ്റ്. സോ പുറത്തുനിന്ന് നമ്മൾ നോക്കുമ്പോൾ ഈ വചനം സംസാരിക്കുന്നത് നമ്മളുടെ നാച്ചുറൽ ഐയെക്കുറിച്ചാണ്, അല്ലേ? നാച്ചുറൽ ഐ. നമ്മൾക്ക് ഒരു 20/20 വിഷൻ ഉണ്ടെങ്കിൽ, മറ്റേ ഐ ടെസ്റ്റിന് പോകുമ്പോൾ നമ്മൾ എങ്ങനെയാണ്, ഡോക്ടർ സേസ് ദാറ്റ് യു ഹാവ് എ ഗുഡ് വിഷൻ, that your eye vision is 20/20, which means you can see very clearly. ഇന്നലെ നമ്മൾ പ്രൈസസിലൂടെ നമ്മളത് കേൾക്കാനിടയായി. കുഞ്ഞിലൂടെ റിയാനയിലൂടെ കർത്താവ് ശക്തമായിട്ട് നമ്മളോട് ഇടപെട്ടു ഈ കാര്യങ്ങളെക്കുറിച്ച്, റൈറ്റ്? അപ്പം നമ്മൾ ക്ലിയർ ആയിട്ട് നമുക്ക് കാര്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ, ആൻഡ് യു ഹാവ് എ സ്പിരിച്വൽ പെർസ്പെക്റ്റീവ് അബൌട്ട് ദ തിങ്സ് ദാറ്റ് യു സീ ഇൻ ദ വേൾഡ്, ദെൻ യു ആർ ഗുഡ്. ദാറ്റ്സ് വാട്ട് ഇറ്റ് സേസ്, റൈറ്റ്? കാരണം കർത്താവ് ഇവിടെ ഉപയോഗിക്കുന്ന വചനം എന്താണ്? കണ്ണ് ചുവന്നുള്ളതെങ്കിൽ. ഇംഗ്ലീഷിൽ ഇറ്റ് സേസ് the lamp of the body is the eye. If therefore the eye is good, your whole body will be full of light. Eye is good. What is God talking about? Is he saying that നമുക്ക് കണ്ണ് നന്നായിട്ട് കാണാൻ കഴിയുന്നവർക്കാണ് ഈ ശരീരത്തിനകത്ത് വെളിച്ചമുള്ളതെന്നാണ് കർത്താവ് പറയുന്നത്? How about people who can't see? Think about Fanny Crosby. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എനിക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. Amazing woman of God who wrote countless hymns. Pass me not, O gentle Savior. What a beautiful hymn. She couldn't see, and she served all her life for the glory of God. Full of light. She couldn't see. But that's not what God is saying, is it? എന്താണ് തമ്പുരാൻ പറയുന്നത്? ഇത് മനസ്സിലാക്കണമെങ്കിൽ കർത്താവ് അവരോട് 5-6 നമുക്കറിയാം. മത്തായിയുടെ 5-6 എന്താണ് പ്രത്യേകത? കർത്താവ് ഗിരിപ്രഭാഷണങ്ങൾ, അതുപോലെ കർത്താവ് സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ കർത്താവ് തുറന്ന് അവർക്ക് കൊടുക്കുവാണ്. നിങ്ങൾ ഇങ്ങനെയാണ് സ്വർഗരാജ്യത്തിൻ്റെ മെമ്പേഴ്സായിട്ടുള്ള മനുഷ്യർ ഇങ്ങനെയാണ് ആയിരിക്കേണ്ടതെന്ന് കർത്താവ് പറഞ്ഞ് പഠിപ്പിക്കുക. ഇന്ന് വളരെ അനുഗ്രഹമായിട്ട് ലിയാൻ അത് ഫുൾ ഒറേറ്റ് ചെയ്തു, റൈറ്റ്? Blessed are the merciful, blessed are the meek, blessed are, she said the whole thing. Praise God for her. So നമ്മളോട് കർത്താവ് പറഞ്ഞു തരികയാണ്, ഇങ്ങനെയാണ് നമ്മൾ ആയിരിക്കേണ്ടത്, റൈറ്റ്? But he was also using to make them understand. അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി കർത്താവ് ഒരു ജൂവിഷ് ഇഡിയം. It's an idiom from an old Hebrew language that he was using. അവിടെ അത് വായിക്കുന്നതിന് മുമ്പ് God is trying to make them understand motivation matters to God. ദൈവത്തിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് മോട്ടിവേഷൻ, റൈറ്റ്? കർത്താവ് അവരോട് പറഞ്ഞു, നിങ്ങൾ പറയുന്നു ന്യായപ്രമാണം നിങ്ങൾ അനുസരിക്കുന്നു, വ്യഭിചാരം ചെയ്യുന്നില്ല എന്ന് നിങ്ങൾ പറയുന്നു. ബട്ട് വാട്ട് ഈസ് ഗോഡ്സ് സ്റ്റാൻഡേർഡ്? ഇഫ് യു look at somebody with lust, you have already committed adultery. കൊല്ലും, ഞങ്ങൾ മർഡർ ചെയ്യുന്നില്ല നിങ്ങൾ പറയുന്നു. ആരെയെങ്കിലും വെറുത്താൽ നിങ്ങൾ മർഡർ ചെയ്യുന്ന കർത്താവിൻ്റെ വചനം പറയുന്നു. സോ ദാറ്റ് ഈസ് ഗോഡ് സ്റ്റാൻഡേർഡ്. ഹി ലുക്സ് അറ്റ് ദ മോട്ടിവേഷൻ ഓഫ് ദ ഹാർട്ട്. അത് അവരെ മനസ്സിലാക്കാൻ വേണ്ടി തമ്പുരാൻ ഒരു ജൂവിഷ് ഇഡിയം യൂസ് ചെയ്യുവാണ്.
നമുക്ക് എല്ലാവർക്കും മോട്ടിവേഷൻ ഉണ്ടല്ലേ? ഇല്ലെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റും? നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിന് പുറകിൽ ഒരു മോട്ടിവേഷൻ ഉണ്ട്. ഇല്ലാത്ത ഒരാളും ഇവിടെ ഇരിപ്പില്ല, എനിക്ക് 100% ഉറപ്പാണ്. അങ്ങനെ വലിയ ബുദ്ധിമുട്ടാണ് നമുക്ക് നാച്ചുറലായിട്ട് ദർ ഈസ് മോട്ടിവേഷൻ. ഓക്കെ, ഇറ്റ് ക്യാൻ ബി ഇൻട്രിൻസിക് എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും ചില നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴും നമ്മുടെ ഉള്ളിൽ ഒരു സന്തോഷം നമുക്ക് വരും. നമ്മൾ പറയുക, ഓ എനിക്ക് ഇതിനകത്തുനിന്ന് ഒന്നും ബെനിഫിറ്റ് വേണ്ട, പക്ഷേ സ്റ്റിൽ വി ഫീൽ എ ജോയ്, റൈറ്റ്? ഓർ ഡോപ്പമിൻ റഷ്. We have a certain good feeling about ourselves. That is self-evaluation എന്ന് പറയും. ഈ സെൽഫ് ജസ്റ്റിഫിക്കേഷൻ, ഇതൊക്കെ നമ്മളുടെ ഒരു ഇൻട്രിൻസിക് മോട്ടിവേഷൻസ് ആണ്. ആൻഡ് ദർ ക്യാൻ ബി എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ. അതെന്താണ്? അത് മറ്റുള്ളവരുടെ മുമ്പ് പേര് വേണം, നമ്മളുടെ ഒരു പേരെല്ലാവരും ഒന്ന് അറിയണം. ഞാൻ പ്രത്യേകിച്ചും ഈ ഫിലാന്ത്രഫിസ്റ്റ് എന്നൊക്കെ പറയുന്ന ബില്യനേഴ്സ് ചെയ്യുന്നൊരു കാര്യമുണ്ട്. അവർ ചെയ്യുന്ന കൊള്ളരുതായ്മകൾ മറയ്ക്കാൻ വേണ്ടിയിട്ട് അവർ ഒത്തിരി ഫിലാന്ത്രഫിക് വർക്ക് ചെയ്യും. എന്തുകൊണ്ടാണ്? അവർക്ക് അവരുടെ കൊള്ളരുതായ്മകൾ ചെയ്തത് ദൈവം ആ മനുഷ്യർ കാണാൻ അല്ലെങ്കിൽ അത് ഓർത്തിരിക്കാൻ അവർക്ക് ആഗ്രഹമില്ല. അവർ മരിച്ചാലും അവരുടെ നല്ല പ്രവൃത്തികളാണ് എല്ലാവരും ഓർത്തിരിക്കേണ്ടത്, റൈറ്റ്? സോ ഇതുകൊണ്ടാണ് ഈ മോട്ടിവേഷൻ ഇസ് ദെയർ ഫോർ എവ്രി വൺ. സോ ഗോഡ് ഈസ് ട്രൈങ് ടു മേക്ക് ദം അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇതാണ് ഒരു വലിയൊരു ട്രാപ്പാണ്. സദൃശവാക്യങ്ങൾ 22:9. Proverbs chapter 22 verse 9. ആർക്കെങ്കിലും ഒന്ന് വായിക്കാമോ? Proverbs 22:9. Amen. And it says here in English, he who has a generous eye will be blessed, for he gives of his bread to the poor. അവിടെ പുറകിൽ മോട്ടിവേഷൻ ഒന്നും ഉള്ളതായിട്ട് കാണുന്നില്ല, റൈറ്റ്? വളരെ പ്ലെയിൻ ആൻഡ് സിമ്പിൾ വേർഡ്സ്. പക്ഷേ ഇതിനകത്ത് നിങ്ങൾ വിചാരിക്കും എന്തുകൊണ്ടാണ് ഞാനിത് വായിച്ചത്? അതിൻ്റെ ഒറിജിനൽ ഹീബ്രു ലാംഗ്വേജ് സേസ്, he who has a good eye, tov ayin, those who have a good eye, tov ayin, to tell the Jewish people that about their motivation behind their actions. Tov ayin is a Hebrew idiom that means a good eye representing a generous spirit, a positive outlook, and the practice of judging others with favor and compassion. According to Jewish wisdom, a person with a generosity and sincerity emits a light through their eyes. അപ്പോൾ ഇത് അകത്തോട്ട് പോകുന്നതല്ല, പുറത്തോട്ട് വരുന്നതാണ്. ഐ ഹോപ്പ് യു ആർ അണ്ടർസ്റ്റാൻഡിങ്. ഞാൻ ഇത് ഇച്ചിരി ഡ്രൈ പക്ഷേ കുറച്ച് മുന്നോട്ട് പോകുമ്പം യു വിൽ അണ്ടർസ്റ്റാൻഡ്. Proverbs 23:6-7 ആർക്കെങ്കിലും വായിക്കാമോ? സദൃശവാക്യങ്ങൾ 23:6-7. Praise God. English പറയുന്നു, do not eat the bread of a miser, nor desire his delicacies, for as he thinks in his heart, so is he. Eat and drink, he says to you, but his heart is not with you. You are wondering what is going on here, right? But the original language says, do not eat the bread of a ra ayin. Somebody who has an evil eye, somebody who has a wicked, heart. Don't eat the bread of that person. What is God trying to say here? He's saying that both these idioms are talking about generosity, but with the two different outcomes. I just wanted to make you understand what is God trying to tell us here about motivation. രണ്ടിനും ഔട്ട്കംസ് ഡിഫറെൻറ്റാണ്. രണ്ടുപേരും ചെയ്യുന്നത് ദാനധർമ്മമാണ്. പക്ഷേ കർത്താവ് എന്താ പറയുന്നത് ഇവിടെ? ദാറ്റ് ദ മോട്ടിവേഷൻ ഈസ് വാട്ട് മാറ്റേഴ്സ് ടു ഗാഡ്. ദിസ് ഈസ് വാട്ട് ജീസസ് ഇസ് ട്രൈങ് ടു ടീച്ച് ഹിസ് ലിസണേഴ്സ്. ലെറ്റ് us go to Matthew chapter 6. 1-2 talks about somebody who prays in public, right? Somebody who's doing charitable activities. A ra ayin, evil eye ullavan, seeks the appreciation of men, whereas the tov ayin, you listen carefully, അവിടെ എന്തോ പറയുന്നത്? ആ വചനം ഒന്ന് വായിക്കാമോ? 1-2, മത്തായി 6:1-2. Amen. So, ഇവിടെ ഒരു നമ്മൾ പബ്ലിക്കായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾക്ക് നമുക്ക് പ്രതിഫലം ഇവിടെ കിട്ടിപ്പോയി, കർത്താവിൻ്റെ പക്കൽ പ്രതിഫലമില്ല. പക്ഷേ ഐ വാണ്ട് ടു സേ ദിസ്, കർത്താവിൻ്റെ ആത്മാവ് സംസാരിക്കുമ്പോൾ എന്നോട് ഇങ്ങനെ സംസാരിച്ചു. ഐ ഷുഡ് ടോക്ക് ടു യു ലൈക്ക് ദിസ്, ദാറ്റ് ra ayin seeks appreciation of men in everything they do, but a tov ayin seeks the favor, joy of the Lord. Okay?
The reward is God's appreciation for the tov ayin, but not his motivation. Okay? നിങ്ങൾക്ക് കിട്ടുന്ന പ്രതിഫലം, കർത്താവിൻ്റെ സന്നിധിയിൽ നിങ്ങൾക്ക് വരുന്ന പ്രതിഫലം, അത് ദൈവത്തിന് നിങ്ങളോടുള്ള അപ്രിസിയേഷനാണ്, നിങ്ങളുടെ മോട്ടിവേഷൻ അല്ല, ആയിരിക്കരുത്. ഓക്കെ, ലെറ്റ്സ് കണ്ടിന്യൂ. വേഴ്സസ് 5 to 6 വായിക്കാം ആർക്കെങ്കിലും മലയാളം. ആമേൻ, പ്രൈസ് ഗോഡ്. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നുണ്ട് ഒരു വ്യത്യാസം. റാ അയ്യൻ എന്താ ചെയ്യുന്നത്? അവർ തെരുക്കോണുകളിൽ നിന്ന്, ആരാണ് കർത്താവ് ഉദ്ദേശിക്കുന്നത് നമുക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും അല്ലേ? പരീക്ഷന്മാരാണ്, അവരാണ് ഇങ്ങനെ പുറമെ നിന്ന് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പം തെരുക്കോണിൽ നിന്നും ഉറക്കെ പബ്ലിക് സ്ഥലത്ത് നിന്നും അവർ പ്രാർത്ഥിക്കുന്നതിൻ്റെ പുറകിലുള്ള മോട്ടിവേഷൻ എന്താണ്? ഓ, ജനം അവരെക്കുറിച്ച് നല്ലത് പറയണം, ഓ എത്ര വചനജ്ഞാനമാണ്, എന്തൊരു പവറാണ് പ്രയറിന്, ഇങ്ങനെയൊക്കെ മനുഷ്യർ പറയണം എന്നുള്ള അവർ ആഗ്രഹിക്കുകയാണ്. പക്ഷേ ഒരു തോവയ്യൻ എന്താ ചെയ്യുന്നത് അറിയാമോ? ഹീ സീക്സ് ദ ഫേസ് ഓഫ് ദ ലോർഡ്, ഫേവർ ഓഫ് ദ ലോർഡ്. ഹീ സീക്സ് ദ ഫേവർ ഓഫ് ദ ലോർഡ്. എന്തുകൊണ്ടാണെന്നറിയാമോ? ഇന്ന് ബ്രദർ സുജിത്തിലൂടെ കർത്താവിൻ്റെ ആത്മാവ് നമ്മളോട് സംസാരിച്ചു. നമുക്ക് കർത്താവിൽ ആശ്രയം വെക്കാം. അവനെ നമ്മൾ ആശ്രയം വെച്ചാൽ നമ്മൾ ഒരു നാൾ ലജ്ജിച്ച് പോകത്തില്ല. നമ്മുടെ ആഗ്രഹം യജമാനൻ്റെ കയ്യിലോട്ട് നോക്കുന്ന പോലെ, യജമാനത്തിയുടെ കയ്യിലോട്ട് ദാസി നോക്കുന്നത് പോലെ നമ്മൾ നമ്മുടെ ദൈവത്തിൻ്റെ കയ്യിലേക്ക് നോക്കുകയാണ്. ആൻഡ് വി ആർ നോട്ട് bent on that result. That's what he's saying. That is not our motivation. We are surrendering it to at the feet of the Lord who knows everything. That we heard from the Psalms today. നമ്മളെ പൂർണ്ണമായി അറിയുന്നവൻ്റെ സന്നിധിയിൽ നമ്മൾ സമർപ്പിച്ചിട്ട് we know that he knows everything that we need. And that is a tovayin. Raw ayin thinks, oh, I should get this. അത് അടുത്തതിലേക്ക് വരുന്നത് 7:8 പറയുന്നത് എന്താണെന്നറിയാമോ? ഫോർമുലേറ്റ്സ് എ മെത്തേഡ് ഓഫ് പ്രെയർ അല്ലേ? അങ്ങനെയല്ലേ പറയുന്നത്? അതായത് അവരുടെ ജൽപ്പനങ്ങളാൽ അവർക്ക് മറുപടി ലഭിക്കുമെന്ന് അവർ വിചാരിക്കുകയാണ്. അവർക്കൊരു മെത്തേഡ് അവർ ഉണ്ടാക്കി വെച്ചിരിക്കുക, ഒരു റിച്വൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവർ പറയുകയാണ്, ഇങ്ങനെയൊക്കെ ചെയ്താൽ ദൈവം നിങ്ങളോട് ഉത്തരം പറയും, ഇങ്ങനെയൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം ലഭിക്കും. തോവയ്യൻ എന്താ ചെയ്യുന്നറിയാമോ? He knows his father will provide everything he needs. അതല്ലേ വചനം പറയുന്നത്? നിങ്ങൾക്ക് വേണ്ടത് സകലതും അവൻ നിങ്ങൾക്ക് തരും. അതാണ് വചനം പറയുന്നത്. So that is what motivation. It is not his motivation that he needs to ask God for something. He knows his father knows him very well. അടുത്തത് 16 to 18, it says, raw ayin seeks the appreciation of men while fasting. അതൊരു വലിയ പോർഷൻ ഓഫ് സ്ക്രിപ്ചർ, അതുകൊണ്ട് ഞാനത് വായിപ്പിക്കാത്തത്. നിങ്ങൾക്ക് എല്ലാവർക്കും കാണാതെ അറിയാവുന്ന കാര്യമാണ്. ഫാസ്റ്റ് ചെയ്യുമ്പോൾ അവരെന്ത് ചെയ്യും? അതിനകത്ത് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനൊക്കെ ഡീറ്റെയിൽഡ് പോകാൻ ഉള്ളതാണ്, പക്ഷേ സമയമില്ല. ഫാസ്റ്റ് ചെയ്യുമ്പം അവർ മുഖം മാട്ടി വെക്കും, മുഖം അലങ്കോലമാക്കും, ക്ഷീണിച്ച് നടക്കും. ഇങ്ങനെയൊക്കെ ചെയ്താൽ മനുഷ്യനെന്ത് പറയും? അയച്ചാൽ ഇന്ന് ഫാസ്റ്റിംഗ് ആണോ? ഓ, മുഖം കണ്ടോ പറയാം കേട്ടോ, നല്ല ക്ഷീണമുണ്ട്. ഇതാണ് നമ്മൾ, എനിക്ക് സന്തോഷമായി, എല്ലാവരും ചോദിക്കുന്നുണ്ടല്ലോ നമ്മൾ ഫാസ്റ്റ് ചെയ്യുന്നതിനെക്കുറിച്ച്. ദിസ് ഈസ് വാട്ട് അവർ ഇന്നർ നേച്ചർ ഈസ്. പക്ഷേ കർത്താവിൻ്റെ ആത്മാവ് എന്നാ പറയുന്നത് അറിയാമോ? നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ഫാസ്റ്റ് ചെയ്യേണ്ടത്? ഹീ ഈസ് ലുക്കിംഗ് ഫോർ ഗോഡ്സ് മെർസി. Lord, I need you. Without you, I cannot survive. This is a person who truly fast. അവൻ്റെ മുഖത്ത് പുറത്തുള്ളവർക്ക് കാണുമ്പോൾ ഒന്നുമില്ല. അവൻ്റെ മുഖത്ത് ഇന്നും സുസൻ എൻ്റെ ഷെയർ ചെയ്തതുപോലെ അവൻ്റെ ഉള്ളിൽ നടക്കുന്ന തീയോ പോരാട്ടം ഒന്നും ആർക്കും പുറത്ത് കാണാൻ പറ്റത്തില്ല. അങ്ങനെയുള്ളവനാണ് യഥാർത്ഥമായിട്ടുള്ള തോവായൻ. അവൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുക. അവനെ ആ നടത്തേണ്ട നേർപാതകളിൽ, നീതിപാതകളിൽ ദൈവം നടത്തുകയാണ്. അതുകൊണ്ട് എന്താണെന്നറിയാമോ? അവൻ്റെ ഉള്ളിൽ കപടതയില്ല. So തോവായൻ, this is what our God is trying to tell us. നിങ്ങൾ ഇങ്ങനെ വിചാരിക്കുന്നുണ്ടായിരിക്കും, വാട്ട് ഈസ് റോങ് വിത്ത് എക്സ്പെക്ടിങ് ഗോഡ്സ് അപ്രീസിയേഷൻ ആൻഡ് റിവാർഡ്? അതിലെന്താ തെറ്റെന്താ? എന്തിനാ ഇത്രയും ശക്തമായിട്ട് ഇതിനെതിരെ സംസാരിക്കുന്നത്? A lot of doctrines like prosperity theology hinges on this idea that you do good to receive good. Okay? ഇതാണ് ഈ പ്രോസ്പെരിറ്റിയും ഗ്ലോറിയസ് ഇൻഹെറിറ്റൻസ്, ബ്ലസ്സഡ് ഇൻഹെറിറ്റൻസ് ഒക്കെ പ്രസംഗിക്കുന്നവരുടെ പുറയിലുള്ള അവർ ഹിഞ്ച് ചെയ്യുന്ന ഐഡിയ ദാറ്റ് യു ഡു ഗുഡ് ടു റിസീവ് ഗുഡ്. കർത്താവിന് 1000 രൂപ കൊടുത്താൽ 1,00,000 രൂപ തിരിച്ചു കിട്ടും. കർത്താവിന് നല്ല പ്രവർത്തികൾ ചെയ്താൽ നല്ല പ്രവർത്തികൾ നമുക്ക് തിരിച്ചു വരും. ഓക്കെ? ഈവൻ ഇൻ ദ പെന്തക്കോസ്റ്റൽ സർക്കിൾസ് ഐ ഹേർഡ് പീപ്പിൾ lamenting that they did not receive good from the Lord in spite of all their loyalty. നമുക്ക് ഈ സഹോദരനോട് ചോദിച്ചു, ജോയ്സിയോട് ചോദിക്കുക, അവർ കടന്നു പോകുന്ന പ്രയാസങ്ങൾ.
Is it because they're doing bad they're getting this? Of course not. God has a plan. They are going through this so that God will make them into something else. That anointing will flow through them until that vessel is completely restored into his liking. He will work in it. That's what he's doing. But if you get blessing, that's a good thing. Okay, let us not be proud about it. നമ്മൾ നല്ലത് ചെയ്തുകൊണ്ടാണ് നമ്മളെ ദൈവം അനുഗ്രഹിച്ചെന്ന് ഒരിക്കലും പറയണ്ട. ഇത് അവൻ്റെ മേഴ്സിയാണ്. ബിക്കോസ് നമ്മൾ ആലോചിച്ച് നോക്കിയേ, ആർക്കെങ്കിലും നമുക്ക് അതിനുള്ള അർഹതയുണ്ടോ? നമുക്കില്ല. അതാണ് സത്യം. പക്ഷെ നമ്മളുടെ ഉള്ളിൽ ഒരു ഭാഗമുണ്ട്. ഇറ്റ് കീപ്സ് സേയിങ്, ഓ യു ഷുഡ് ഗെറ്റ് ഗുഡ് ഫ്രം ഗോഡ് ബിക്കോസ് യു ആർ എ ഗുഡ് പേഴ്സൺ. You are pleasing to God. You are in the church. You are serving the Lord. So you should get good. And that is ourself. That's trying to tell us something different from what God is trying to tell us. നിങ്ങൾക്ക് എല്ലാവർക്കും അബ്രഹാം ഐസക്കിന് ബ്രൈഡിനെ കണ്ടുപിടിക്കാനായിട്ട് എലയാസറിനെ അയച്ച കഥ അറിയാം അല്ലേ? ആർക്കും അറിയാൻ മേലാത്ത ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ നമുക്കത് വായിക്കണം. അതുകൊണ്ട് അറിയാൻ മേലാത്ത ആരും ഇല്ലല്ലോ. അബ്രഹാം എലയാസർ തൻ്റെ ദാസനെ വിളിച്ചിട്ട് പറഞ്ഞു, ഐസക്കിന് വേണ്ടി വധുവിനെ കണ്ടുപിടിക്കാൻ എൻ്റെ ചാർച്ചക്കാരുടെ ഇടയിൽ പോകണം. നീ അവിടെ പോയി അവന് വേണ്ടി ഒരു വധുവിനെ കണ്ടുപിടിക്കണം. As soon as he finds Rebecca, നമുക്ക് ആ കഥയെല്ലാം അറിയാം. എനിക്ക് അതിൻ്റെ ഡീറ്റെയിൽസിലൊന്നും പോകാൻ താല്പര്യമില്ല. താൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവെ ഐസക്കിന് വേണ്ടി ഒരു നല്ല ബ്രൈഡിനെ എനിക്ക് കാണിച്ചു തരണം. ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഈ ആദ്യമായിട്ട് ഒട്ടകത്തിന് വെള്ളം കോരി കൊടുക്കുന്ന ആൾ എനിക്കും വെള്ളം തരുന്ന ആൾ ആയിരിക്കണം. അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചു. കർത്താവ് അങ്ങനെ തന്നെ ഒരുക്കി. റെബേക്ക വന്നു, ഇത് ചെയ്തു, കണ്ടുപിടിച്ചു. She was exceptionally beautiful, the Bible says. He showers her with gifts of gold and more gifts like silver and clothing. ഞാൻ വെറുതെ ഇങ്ങനെ നോക്കി. ബിക്കോസ് അത് പറയുന്ന 10 ഷേക്കലുള്ള ഒരു വള 2 കയ്യിലിട്ട് കൊടുത്തു. 10 ഷേക്കൽ ഗോൾഡ്. ഞാൻ നോക്കി, അപ്രോക്സിമേറ്റ്ലി $100,000 ഇന്നത്തെ വിലയ്ക്ക്. 2 കയ്യിൽ 2 വള, പിന്നെ കടുക്കൻ. റൈറ്റ്? ബൈബിൾ പറയുന്നില്ല Rebecca was fascinated by that gift. Bible doesn't say that. Right? Nothing about that. പുള്ളിക്കാരൻ തന്നെ ഇട്ട് കൊടുത്തു, പുള്ളിക്കാരി അത് മേടിച്ചു പോയി. But her brother Laban was fascinated by this gift. അവൻ്റെ കണ്ണ് തള്ളിപ്പോയി. അവന് ഉടനെ ഓടി പുറത്ത് ചെന്ന് പുള്ളിക്കാരനെ അകത്തോട്ട് വിളിച്ചു, വീട്ടിനകത്തോട്ട് വരാൻ. അപ്പോൾ പുള്ളിക്ക് ഒരു പ്രയോജനം അതുകൊണ്ട് ഉണ്ടായില്ല. അത് നമുക്ക് വേറെ ഡീറ്റെയിൽസ്, അത് അതിനകത്തോട്ട് പോകാൻ താല്പര്യമില്ല എനിക്ക്. പക്ഷേ അവർ പോകാൻ സമയമായപ്പം ഈ എലയാസർ വന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. അവർക്ക് സമ്മതമാണ്. റെബെക്കയെ അബ്രഹാമിൻ്റെ മകന് വേണ്ടി കല്യാണം കഴിച്ചു കൊടുക്കാൻ അവർക്ക് സമ്മതമാണ്. അവർക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. ഇഷ്ടംപോലെ ഗിഫ്റ്റും പുള്ളിക്കാരൻ കൊടുത്തു. അവർ വളരെ ഹാപ്പിയാണ്. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് എലയാസർ പറഞ്ഞു, ഞങ്ങൾ തിരിച്ച് പോവുകയാണ്, എനിക്ക് ധൃതിയുണ്ട്, പോകണം, എൻ്റെ യജമാനൻ്റെ മകന് വേണ്ടി ഈ മോളെ കൊണ്ടുപോകണം. അവർ പറഞ്ഞു, ഒരു 10 ദിവസം ഞങ്ങളുടെ അടുത്ത് നിൽക്കട്ടെ. അപ്പം എലയാസർ പറഞ്ഞു, പറ്റത്തില്ല, എനിക്ക് സമയമില്ല. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ കൊച്ചിനോട് ചോദിക്കട്ടെ. കൊച്ചിനോട് ചോദിച്ചു. കൊച്ചെന്ത് പറഞ്ഞു? കൊച്ചെന്താ പറഞ്ഞേ? യെസ്, ഐ വിൽ. ഷീ ഡിഡ്ന്റ് സേ യെസ്. ഷീ ഡിഡ്ന്റ് സേ ലെറ്റ് മീ തിങ്ക്, വാട്ട് ഡു യു തിങ്ക്. വീട്ടുകാരെന്ത്, നിങ്ങളെന്ത്, അമ്മ എന്നാ പറയുന്നു? ഒന്നും പറഞ്ഞില്ല. വാട്ട് ഡിഡ് ഷീ സേ? ഐ വിൽ. ഓക്കെ. സോ അങ്ങനെ അവർ യാത്ര പുറപ്പെട്ടു. This is a shadow, okay? This is a foreshadow. I want you to imagine with me. On that journey, Eliezer is taking her back to the land of Israel on a camel caravan, specifically to the place called Beersheba. അവിടെയാണ് അബ്രഹാം താമസിച്ചിരുന്നത്. From the land of Chaldeans, ഊർ എന്ന് പറയുന്ന പട്ടണത്തിൽ നിന്ന് ബേർഷിബ എന്ന് പറയുന്ന പട്ടണത്തിലേക്ക് ഈ ക്യാമൽ കാരവനിൽ റബേക്കയും കൊണ്ട് യാത്ര ചെയ്യുകയാണ്. ഈ ജേർണി വുഡ് ടേക്ക് അബൌട്ട് 40 days, 1000 മൈൽ, 1000 miles, about 40 days. എല്ലാവരും ഞങ്ങൾ ശ്രദ്ധിക്കണേ, വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യം. ബൈബിൾ ഡസൻറ്റ് സേ എനിത്തിങ് അബൌട്ട് ദിസ് ജേർണി. ഒന്നും ഈ യാത്രയെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. 40 ദിവസത്തെ യാത്രയാണ്. നമുക്കറിയാം പല ബൈബിളിലെ യാത്രകളെക്കുറിച്ച് നമുക്കറിയാം. മോശയുടെ യാത്ര, ഏലിയാവിൻ്റെ യാത്ര, ഇതിനെക്കുറിച്ചൊക്കെ കർത്താവിൻ്റെ വചനം പറയുന്നുണ്ട്. എന്ത് സംഭവിച്ചു ഇതിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. പക്ഷെ ഞാൻ ഇമാജിൻ ചെയ്യുവാണ്, എലയാസർ പോകുന്ന വഴിക്കെല്ലാം റെബെക്കയോട് ഐസക്കിനെ കുറിച്ച് പറയുവാണ്. ഐസക്ക് കാണാൻ ഭയങ്കര ഹാൻസമാണ്, ഭയങ്കര ലോയലാണ്, ഈസ് വെരി ലവിങ്. അവൻ അബ്രഹാമിൻ്റെ കൂടെ പോയി യാഗത്തിന് അവൻ സ്വയം ഏൽപ്പിച്ചു കൊടുത്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
ഷീ ഹാസ് നോ ഐഡിയ, റൈറ്റ്? റെബേക്കയ്ക്ക് ഒരു ഐഡിയ ഇല്ല. എങ്ങോട്ടാണ് പോകുന്നത്, ആരെയാണ് മീറ്റ് ചെയ്യാൻ പോകുന്നത്, ഏത് കുടുംബത്തിലേക്കാണ് പോകുന്നത്, എന്താണ് അവൾ പ്രതീക്ഷിക്കേണ്ടത്, എങ്ങനെയായിരിക്കണം അവളെ തന്നെ തയ്യാറെടുക്കണം, ഇതിനെക്കുറിച്ചൊന്നും അവൾക്ക് യാതൊരു ഗ്രാഹ്യവുമില്ല. പക്ഷേ ഈ എലയാസർ അവളോട് ഐസക്കിനെ കുറിച്ചും ആ കുടുംബത്തെക്കുറിച്ചും അപ്പനെക്കുറിച്ചും ഒക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുക. Until her heart is full of love and anticipation to meet him. ഈ ഐസക്കിനെ കാണാനുള്ള അവളുടെ ഒരു ആഗ്രഹം അത് അവളിൽ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. കാരണം അവൾ ഈ യാത്രയിലാണ്. ഈ അങ്ങോട്ട് അവൾ കണ്ടിട്ടില്ല, കേട്ടിട്ടേ ഉള്ളൂ. കാണാൻ പോകുന്ന യാത്രയിൽ അവളുടെ ഉള്ളിൽ ഈ സ്നേഹം ഇങ്ങനെ നിറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. The journey would cross many landscapes and civilization. Was there opportunity for distraction? Yes, of course there was. But all she wanted was to meet her groom. She was a tov ayin, clear eyed. ഇന്നലെ നമ്മൾ മെസ്സേജ് കേട്ടു, കൊച്ച് ഇവിടെ കപ്പ് ഗെയിംസ് കളിപ്പിച്ചു. How to survive distraction and still build. That is what God is requiring of us. How to survive and still build, continue to build. അതുപോലെ പ്രൈസിലൂടെ സംസാരിച്ചു, when you're looking at something, you don't have a clear vision, you can't see what it is. But when you have clear eye, you know what it is. That is what the message ഇന്നലെ മുതൽ ഇന്നും അതേ കണ്ടിന്യൂ ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. How many of you know the Eleazar is a foreshadow of the Holy Spirit? El-Azar, which means God has helped. What is the name of the Holy Spirit? In actually Susan and അതിനെക്കുറിച്ച് സംസാരിച്ചു. നമ്മളുടെ ഹെൽപ്പർ, Holy Spirit. What he would do? Holy Spiritന്റെ ഒരു മിനിസ്ട്രിയാണിത്. That he is still looking for people to add to the bride, to the church of the Jesus Christ. That's what his ministry is. നിങ്ങളെ അത് ഏൽപ്പിച്ചിരിക്കുന്നത് കേട്ടോ. നിങ്ങളിലുള്ള പരിശുദ്ധാത്മാവ് അതിനുവേണ്ടി ഇങ്ങനെ വ്യഗ്രതപ്പെട്ടുകൊണ്ടിരിക്കുക. മറ്റുള്ളവരോട് കർത്താവിനെ കുറിച്ച് പറയണം, അവരെയും കർത്താവിൻ്റെ രാജ്യത്തിനകത്ത് കൊണ്ടുവരണം. Because this bride is still not complete. Because the moment it is complete, that door will close and our Lord will appear. So this is what is lacking, that somebody is missing still. And Holy Spirit ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക. ആ Holy Spirit ആളെ കണ്ടുപിടിക്കുമ്പം അതിനോട് ചേർത്ത് കഴിയുമ്പം വാതിലടയും. And that much time only we have. So we have to do our job. This is his ministry. And നമ്മളെല്ലാവരും ഇവിടെ ഇരിക്കുന്നവർ, I hope all of us are here. പരിശുദ്ധാത്മാവ് വന്ന് എൻ്റെ കൂടെ പോരുന്നോ എന്ന് ചോദിച്ചപ്പം I will എന്ന് പറഞ്ഞവർ. I really hope. ഇപ്പം നിങ്ങൾ ഇതുവരെ നിങ്ങളുടെ ഹൃദയത്തിൽ, എൻ്റെ കർത്താവേ, ഞാൻ പല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചു, ഞാൻ കുടുംബത്തെക്കുറിച്ച് ചിന്തിച്ചു, ലോകത്തെക്കുറിച്ച് ചിന്തിച്ചു, ഇനി ഞാൻ അങ്ങനെ ചിന്തിക്കത്തില്ല. I haven't made that mind yet. You have to make it today. And say, Lord, I want to be sure about my salvation. Because I will say, I will follow Jesus. I will not turn back. And that is our responsibility. Okay, next one. I want to see an unbelievable contrast. ഞാനിത് പറയുമ്പം നിങ്ങളും നിങ്ങളെക്കുറിച്ച് തന്നെ ചിന്തിച്ചു. Rebecca was beautiful. And there was nothing in me that he could desire. Rebecca was a virgin. But I was a fornicator with the world and its passions. Rebecca was clean and I was filthy. Rebecca offered him the best of his family and I had nothing to offer. Yet he chose me. He cleansed me, called me his own, and showered me with gifts I never deserved. And on this journey to meet him, Holy Spirit is talking to me about him, about Jesus. We heard today, Sharonin Parinir Pushpam, 10,000 Sundaran. Do you really understand what it means? Because he deserves every cell of your body, every bit of your soul. He deserves all of that. You know why? Teaching me about his love. What he did for me on that rugged wooden cross on Calvary. How he removed my sin and shame. How he defeated the forces of darkness that would have kept me a captive forever by nailing everything to the cross and removing from the midst. നമുക്ക് പ്രതികൂലവും വിരോധവുമായിരുന്ന സകല കൈയെഴുത്തും ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. And that's what he has done. So you are so much more valuable. ഇന്ന് നമ്മൾ കേട്ടില്ലേ, വിലയേറിയ രക്തം, വിലയേറിയ രക്തം, വിലയേറിയ വിശ്വാസം.
വിലയേറിയ പരീക്ഷണം, വിലയേറിയ വാഗ്ദത്തം, ഇതെല്ലാം നമുക്ക് തരാൻ നമുക്ക് എന്ത് യോഗ്യതയുള്ള? ഒരു യോഗ്യതയുമില്ല. I had nothing in common with Rebecca. Bible holds a mirror to your face when you read these things. You compare yourself with that person and say, Lord, I was unworthy. Why did you choose me? There were so many more good people in this world that so much more smarter, so much more able than me. But why did you choose me? Only one reason, because of his love, unending, everlasting love. Woe to us if we pay attention to the distractions of this world in this wilderness journey to meet our groom. If gifts and rewards are our focus in this life or the next, what does that show about our loyalty to and love to him? ഞാൻ ചോദിച്ചോട്ടെ, നമ്മൾ പലരും ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളവരാണ്. നമ്മളുടെ ഹസ്ബൻഡോ വൈഫോ അല്ലെങ്കിൽ നമ്മൾ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ നമ്മൾ സ്നേഹിച്ചിരുന്ന കാലത്ത് അവർ ദൂരെ ആയിരുന്നപ്പോൾ, how much we waited to talk to them. Waited for the phone call, waited for the letter. ഞങ്ങളുടെയൊക്കെ സമയത്ത് ഫോണില്ല. So we waited for the letter to communicate, to understand each other, to feel that presence, right? You know this, what I'm saying? It is so sweet and bitter at the same time. Because നമ്മൾ ഇവിടെ ഇരുന്നുകൊണ്ട്, for example, like someone is in Kerala and the boy is in Canada. And she is so happy and joyful about the money that he's sending to Kerala and all the gifts that he's sending to Kerala to her friends. What does that show? Or she's talking to her family and her relatives about, what a good place Canada is. How much, how much freedom that she can have in Canada. How much, talks nothing about that person. What does that show about her loyalty and love? You understand what I'm saying? This is what God is trying to tell us. That's what he's trying to talk to us through this message. Keep your eyes be clear. Let your eyes focus. Let you be a tov ayin. Look at him with clarity. That's what the Bible says. May we listen to the Holy Spirit and the word of God and increase in the knowledge of him. അതാണ് പൗലോസ് അപ്പോസ്തലൻ പ്രാർത്ഥിച്ചല്ലേ, നിങ്ങളുടെ പരിജ്ഞാനത്തിൽ നിങ്ങൾ വർദ്ധിക്കണം. Because എന്നറിയാമോ, the more we know about him, the more we will love him. The more we experience him, the more we will, more appreciation that will grow in us. The more we trust him, the more our faith will increase in him. The songwriter Pastor Muttam Givargis wrote, ഈ മരുഭൂ പ്രയാണത്തിൽ ചാരിടുവാൻ ഒരു നല്ല നായകൻ നിനക്കില്ലയോ? കരുതും നിനക്കവൻ വേണ്ടതെല്ലാം, തളരാതെ യാത്ര തുടർന്നിടുക. As we I'm going to invite the worship team to come forward and sing a song with us. But while we are preparing for that, let us നമുക്ക് recommit ചെയ്യാം that to be tov ayins, to have clear eye. Let's ask God, Lord, where am I lacking? കർത്താവ് എന്താ പറഞ്ഞെന്നറിയാമോ, നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന വെളിച്ചം ഇരുട്ടായാൽ ആ ഇരുട്ട് എത്ര വലുതാണ്. Because ഇരുട്ടിൻ്റെ പ്രവൃത്തികൾ നമ്മളിൽ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. And we have to defeat it at every moment. Every day when you wake up, you should tell him, Lord, what is in me that you despise? What is in me that is keeping my eyes vision blurred? Help me to clarity. Help me to bring that focus onto you. And വചനം എന്താ പറയുന്നറിയാമോ? Laying aside every encumbrance that is every encumbrance and the sin that is so easily entangles, and run with endurance. മലയാളത്തിൽ പറയുന്നു, സാക്ഷികളുടെ എത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നതുകൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. And before we close, I want to talk about our quiz team that participated in WPC quiz. I know how much work they put into learning and preparing for the quiz. Joycey, Ryan, Soumya, and Saifan. Countless and countless hours of work and dedication and hard work. They deserve to win. I'm sure hearts are broken and the pain is still lingering.
but I want to show you what God thinks about you. You know, Holy Spirit powerfully convicted me, and I shared that with Stephen. I said, I have to share it today. Malachi chapter 3 verse 16 to 18. It says, then those who feared the Lord spoke to one another, and the Lord listened and heard them. So a book of remembrance was written before him for those who fear the Lord and who meditate on his name. They shall be mine, says the Lord of hosts, on the day that I make them my jewels, and I will spare them as a man spares his own son who serves him. Then you shall again discern between the righteous and the wicked, between one who serves God and one who does not serve him. Yes, you did not get a cup from this world. It doesn't matter. The time that you spend to learn the word of God and the time that you spend to honor him is written on a book of remembrance. I want you to know this. And to everyone here in this church that who serves the Lord in different capacities, whatever that you do, our God, this is what he's saying. Don't look for appreciation from the world. Don't look for reward from the world. That doesn't mean anything. They're rubbish and garbage. But he writes them in the book of remembrance, your name. And that, Jesus said, do not be, glad because demons are coming, in submission to you. Be glad because your name is written in the book in heaven. That is your biggest privilege. So I want to encourage all of you, keep serving the Lord. Nobody notices. Nobody knows what you're doing. It doesn't matter. In your capacity, whatever that God has given you, whatever anointing you have, whatever blessing you have, use it for the glory of God. Because we serve a God who remembers. His name is Yahweh of hosts. And that is who he is. He is the mighty God. And there is nothing that he cannot do. Your life, whatever that your situation that you're going through now, he remembers. He knows. And he will bring it to pass. And that's who we serve. So in that, in that anointing, let us sing this song. കാരണം നമുക്ക് വേണ്ടതെന്ന് അറിയാമോ? നമ്മൾ ഇന്ന് പറഞ്ഞു, പ്രിയ സുജിത് ബ്രദറിലൂടെ, പ്രിയ ആൻറ്റിയിലൂടെ കർത്താവിൻ്റെ ആത്മാവ് നമ്മളോട് സംസാരിച്ചു. നമുക്ക് വേണ്ടി എന്താ അറിയാമോ? Not ourselves, but the power of the Holy Spirit. The Holy Spirit will guide you in all truths, and he will give you that knowledge of sin and salvation. He will keep you in the path straight. When you go to the left or to the right, he will tell you this is a way, walk in it. So Holy Spirit is your strength. So let us pray for God's anointing over us. നമ്മുടെ കർത്താവിൻ്റെ ആ കൃപ നമ്മളോട് ഒഴുകുവാൻ നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ആമേൻ. Praise God. പ്രവാഹമെന്മേൽ ഒഴുകിയിടണമേ. പ്രവാഹമെന്നേ
പ്രവാഹങ്ങളിൽ നിന്റെ തീരത്ത് ഞാൻ അനേകം നാൾ ആകാംക്ഷയോടെ നിന്നെ മടങ്ങുകയില്ല എന്നിരുന്ന ഞാൻ പ്രവാഹം എന്മേൽ ഒഴുക്കാതിരുന്നാൽ കൃപാകടലിൽ നിന്റെ തീരത്തു ഞാൻ അനേകം നാൾ ആകാംക്ഷയോടെ. ഒന്നുകൂടെ പാടാം. കൃപാകടലിൽ നിന്റെ തീരത്തു ഞാൻ അനേകം നാൾ ആകാംക്ഷയോടെ നിന്നെ മടങ്ങുകിൽ നീ വീഴും നീ ഞാൻ മടങ്ങുകിൽ നീ വീഴും നീ ഞാൻ പ്രവാഹമെന്നേ നിൻ പ്രവാഹമെന്നേ നിൻ പ്രവാഹമെന്നേ ഒഴുകാതിരുന്ന പ്രവാഹമെന്നേ നിൻ പ്രവാഹമെന്നേ നിൻ പ്രവാഹമെന്നേ ഒഴുകാതിരുന്ന കൃപാകടലിൽ നിന്റെ തീരത്തു ഞാൻ അനേകം ആകാംക്ഷയോടെ നിന്നെ കൃപാകടലിൽ നിന്റെ തീരത്തു ഞാൻ അനേകം ആകാംക്ഷയോടെ നിന്നെ മടങ്ങുകിൽ ഇവിടും നീ ഞാൻ ഓടങ്ങുകിൽ ഇവിടും നീ ഞാൻ പ്രാർത്ഥിച്ചു. കർത്താവിനോട് ചോദിച്ചാൽ തരും. കർത്താവ് തരും, അനുഗ്രഹിക്കും. ഹല്ലേലൂയ. Those who call upon him, he listens to their cry of distress, and let his grace flow into each one of us, into you, into your hearts, into your lives, into your family, into all your needs. Hallelujah. ക്രിസ്തീശു നൽകും കരുണാപൂരമേ. ഓ സൗജന്യമായി ലോകത്തെ വീണ്ടവനേ. സൗജന്യമായി ലോകത്തെ എന്നെ വീണ്ടെടുത്ത മഹത്വമുള്ള യേശു കർത്താവിന് മഹത്വം കൊടുത്തു. പ്രാർത്ഥിച്ചു. പ്രവാഹമെന്മേൽ കർത്താവേ അങ്ങനെ ഒഴുകട്ടെ, ഞങ്ങളുടെ മേൽ ഒഴുകട്ടെ യേശുവപ്പ. ഞങ്ങൾക്ക് വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ. ഹല്ലേലൂയ. പ്രവാഹമെന്നേ ഒഴുകിയിടേ
നമ്മുടെ ഹൃദയങ്ങളെ കീറി മുറിച്ച ദൈവശബ്ദം ചോദിക്കുകയാണ്. സ്വർഗം നമ്മളെ ദർശിക്കുമ്പോൾ നാം എങ്ങനെയുള്ളവരായിരിക്കും? ദൈവവചനത്തിന് മുൻപാകെ നമ്മളെ തന്നെ സമർപ്പിക്കുമോ? അപ്രവാഹം എന്റെ മേലൊന്നൊഴുകണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി എല്ലാ ഹൃദയങ്ങളെയും സ്വർഗം ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്രവാഹം എന്റെ മേൽ, ആ പരിശുദ്ധാത്മാവിന്റെ ഒരു സ്പർശനം ഇന്ന് അനുഭവിക്കാതെ ആരും ഈ ഹോള് വിട്ട് കടന്നു പോകുവാനിടയാകല്ല. ഓ യെസ്, ഉള്ളത്തിൽ തട്ടിയൊന്ന് പറ, അപ്രവാഹം എന്റെ മേലൊഴുകണമേ, എന്റെ കുടുംബത്തിന്റെ മേലൊന്നൊഴുകണമേ, എന്റെ കുഞ്ഞുങ്ങളുടെ മേലൊന്നൊഴുകണമേ, എന്റെ ജോലി വിഷയങ്ങളുടെ മേലൊന്നൊഴുകണമേ, ഞാൻ അഭിമുഖീകരിക്കുന്ന വിഷയങ്ങളുടെ മേലൊന്നൊഴുകണമേ, മുമ്പോട്ട് പോകുവാൻ കഴിയാതെ തടസ്സപ്പെട്ടിരിക്കുന്ന വിഷയങ്ങളിൽ മേൽ ആ പ്രവാഹം ഒന്ന് ഒഴുകണമേ, എന്റെ ഭാവിയുടെ മുമ്പിൽ ആ പ്രവാഹം ഒന്ന് ഒഴുകണമേ. ഞാൻ ഫേസ് ചെയ്യുന്ന രോഗക്കിടക്കണമേ, ആ പ്രവാഹം ഒന്ന് ഒഴുകണമേ. ശത്രു എന്നോട് പറയുന്ന വിഷയങ്ങളിന്മേൽ നാം പറയേണ്ട ആ പ്രവാഹം ഒഴുകുമ്പോൾ, ഓ വിക്ടറി എന്റെ മേലൊന്ന് ഒഴുകണമേ, പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്റെ മേലൊന്ന് ഒഴുകണമേ. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് ആ കീറി മുറിക്കപ്പെട്ട ഹൃദയത്തോടുകൂടെ പറയുമ്പോ ആ പ്രവാഹം എന്റെ മേലൊന്ന് ഒഴുകിയാട്ടെ. ആമേൻ, ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ അഭിഷേകം എന്റെ മേലൊന്ന് ഒഴുകണമേ കർത്താവേ. അവിടുത്തെ സാന്നിധ്യമില്ലാതെ എന്നെ പറഞ്ഞു വിടരുതേ. നമ്മുടെ ഉള്ളിലെ കണ്ണൊന്ന് പ്രകാശിക്കട്ടെ, നമ്മുടെ ഉള്ളിലെ കണ്ണൊന്ന് പ്രകാശിക്കട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന്റെ നടത്തിപ്പിനായി നമ്മളെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുമോ? എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാട്ടെ, എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാട്ടെ. ദൈവ സാന്നിധ്യം വ്യാപരിക്കട്ടെ. ഒരു നിമിഷം കൂടെ എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാട്ടെ, എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാട്ടെ. അഭിഷേകം വ്യാപരിക്കട്ടെ. ആ കർത്താവിന്റെ സ്പർശനം ഏൽക്കാതെ ആരും ഇന്ന് ഇവിടുന്ന് പോകുവാനിടയാകരുത്. നമ്മുടെ അകത്തെ കണ്ണൊന്ന് പ്രകാശിക്കട്ടെ. കർത്താവെ, അയോഗ്യമായ എന്തെങ്കിലും എന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ ഇന്നെ ഒന്ന് കഴുകി ശുദ്ധീകരിക്കണമേ. ആ പ്രവാഹം എന്റെ മേലെ ഒഴുകട്ടെ. ഓ Praise you, Jesus. Praise you, Jesus. ദൈവകൃപ, ദൈവകൃപ, ദൈവശക്തി വ്യാപരിക്കട്ടെ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ ഭവനങ്ങളുടെ മേൽ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ, ഞങ്ങളുടെ ശരീരത്തിന്റെ മേൽ, ആമേൻ. ഓ ആ കുഞ്ഞാടിന്റെ രക്തം മുദ്ര പതിക്കട്ടെ. ആ കുഞ്ഞാടിന്റെ രക്തം മുദ്രയായി വ്യാപരിക്കട്ടെ. അതൊരു ജയമായി, അതൊരു ശക്തിയായി, അതൊരു അഭിഷേകമായി, ദൈവകൃപയായി, ഓ ഇരട്ടിപ്പങ്കിന്റെ അഭിഷേകമായി, ഇരട്ടിപ്പങ്കിന്റെ വ്യാപാരമായി, ദൈവകൃപയായി. Oh, we praise you, Jesus. Hallelujah. Hallelujah.